പൊതുവേ ഒരു കോൺസ്പിരസി തിയറികൾക്ക് ഈ തീവ്രവാദ സംഘടനകൾ പൊതുവെ ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്കയിലെ ആക്രമണം ആയിക്കോട്ടെ, മുംബൈ ആക്രമണം ആയിക്കോട്ടെ, ഇതൊക്കെ ജൂതരും RSSും ഒക്കെ ചേർന്ന് ചെയ്തതാണ്, അല്ലെങ്കിൽ CIA മൊസാദ് അച്ചുകൊണ്ടിൻ്റെ ഇതാണ് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ ആക്രമണത്തിൽ അഭിമാനിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ കോൺസ്പിരസി തിയറി ഇങ്ങനെ കൊണ്ടുവരുന്നത്? കൺസ്പിരസി തിയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ BJP ഭരണത്തിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഫണ്ട് ചെയ്തിരുന്നത് ജൂതന്മാരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ മാത്രം നമ്മൾ നേരിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ ജൂത ഫണ്ടും ഉണ്ട്, ഇപ്പോൾ സംഘി ഫണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും പറയണത് അങ്ങനെ വല്ല ഫണ്ടും ഉണ്ടെങ്കിൽ തന്നാൽ നമുക്ക് അത്രയും നല്ല കാര്യം, നമുക്ക് ജീവിച്ചു പോകാമല്ലോ. ഇനി അതല്ല, ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഫണ്ടിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ പിന്നിൽ അവരാണെന്നാണല്ലോ. ഇതുപോലെയുള്ള ഈ ഫാഷിസ്റ്റ് ഐഡിയോളജികളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവമാണിത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാഷിസം അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരും ഇതേപോലെയുള്ള കാര്യങ്ങളാണ് പറയുക. എല്ലാത്തിൻ്റെയും പിന്നിൽ സാമ്രാജ്യത്വം, എല്ലാത്തിൻ്റെയും പിന്നിൽ അമേരിക്ക, മുതലാളിത്ത ഭീകരന്മാർ, ബൂർഷ്വാസികൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ അത് നമ്മളാൽ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അന്വേഷിച്ച് അത് കറക്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു മാന്യമായ ഒരു രീതിയാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു എളുപ്പവഴിയാണ് ഈ സംഗതി. ഇപ്പോൾ നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു കാര്യമായിരുന്നു, ഇവിടെ സംഘപരിവാർ വലിയ തോതിൽ വളരുന്നു, അത് വലിയ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഈ ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിന് പിന്നിൽ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? ന്യൂനപക്ഷ വർഗീയതയാണ്. അത് ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ ബാക്കോട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ അത് പോകാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമ്മളിതൊരു വടംവലിയായിട്ട് കരുതി, ഓക്കെ അവർ മനസ്സിലാകുന്ന ഘട്ടം വരുമ്പോൾ മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു, അവരത് എതിർത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ലോകം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം എന്താണ്, ഇന്നിപ്പോൾ ലോകം പറയുന്ന അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യം മോദിയൊക്കെ ഭേദമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത്. കാരണം ലോകത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതാണല്ലോ വിഷയം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും. അത് ഇന്ത്യയാണ് നിലവിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാര്യം വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ. മോബ് ലിഞ്ചിങ്ങും അതും ഇതൊക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്, അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ന്യായ സംഹിത ഉണ്ടാവും, മോബ് ലിഞ്ചിങ് ഒരു പുതിയ ഒരു ശിക്ഷാവിധി കൊടുക്കുന്ന ഒരു സാധനം വരെയായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പം എന്നാൽ ലോകം മുഴുവൻ നമ്മൾ കാണുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ്. അവർ പച്ചയ്ക്ക് പറയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിലേക്ക് ഇലക്ഷൻ, ഇപ്പോൾ നാളെ അവിടുത്തെ പുതിയ റിസൾട്ട് വരും, അതിൻ്റെ 2ാം ഘട്ടം. അതിൽ ഇപ്പോൾ ഓൾറെഡി ജയിച്ച് നിൽക്കുന്നത് വലതുപക്ഷമാണ്. അവർ പച്ചയ്ക്ക് പ്രസംഗിക്കുകയാണ്, അതായത് ഇവിടുത്തെ മുജാഹിദ് വിഭാഗത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ സലഫികളെ ഞങ്ങൾ പുറന്തള്ളും, ഓക്കെ, മുസ്ലിം ബ്രദർഹുഡിനെ ഇവിടെ നിന്ന് നാട് കടത്തും, പള്ളികൾ പൊളിക്കും, ഓക്കെ, അതുപോലെ മതസ്ഥാപനങ്ങൾ അത് പൂട്ടും, അതുപോലെ ഇങ്ങനെയുള്ള കാര്യം എല്ലാം ഒരു 10 കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 മിനിമം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു സ്ഥിതി ഇന്ത്യയിൽ ഇല്ല. വളരെ ഇൻഡിറക്ട്ലി ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞാൽ തന്നെ അവരുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ മന്ത്രിസഭ അതിൻ്റെ ആ ഒരു ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഇതേപോലെ പറഞ്ഞിരുന്ന പല BJP-കാരായിട്ടുള്ള ആളുകൾ ഇത്തവണ വെളിച്ചം പോലും കണ്ടിട്ടില്ല, അവരെ മൂലയ്ക്ക് ഇരുത്തുക ചെയ്തത്. കാരണം അത് പറയാൻ പാടില്ല എന്ന് BJP-യുടെ അകത്തുനിന്ന് തന്നെ പറയുന്ന രീതിയുണ്ട്. ഇതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല. അതുപോലെ ഇപ്പോൾ നമ്മളെ പള്ളികളിൽ കയറിയിട്ട് ശിവലിംഗം തിരയുന്ന പരിപാടി വന്നപ്പോൾ മോഹൻ ഭഗവത് വന്നിട്ടല്ലേ പറയുന്നത് ആ പരിപാടി നിർത്തണം, ഇത് ശരിയല്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ഒരു ഇൻറ്റേർണൽ കറക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, അതാണ് ആ വ്യത്യാസം. അതാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു മുസ്ലിമിൻ്റെ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണെന്ന് പറയുന്നത്. പുറത്തുള്ള ആളുകൾ പറയും ഇതിനേക്കാൾ ഭേദം ഇപ്പം മരീന ലെ പെൻ, അതാണ് ഫ്രാൻസിലെ നേതാവ്. അതേപോലെ ഓരോ ഇപ്പോൾ മെലോണിയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ജർമ്മനിയിൽ പുതിയ അത് AFD എന്ന് പറയുന്ന അവിടുത്തെ പ്രോ നാസി പാർട്ടിയാണ്, അവരാണ് അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വന്നു കഴിയുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ അങ്ങനത്തെയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള വിശ്വാസികൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറയും, സ്വാഭാവികമായിട്ടും പറയും ഇതിനേക്കാളും അത് ഇന്ത്യയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് സ്വന്തം കയ്യിലോ ഉണ്ടാകുന്ന കയ്യിലിരിപ്പോണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ആ രീതിയിൽ കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കൺസ്പിരസികൾ എല്ലാം. അമേരിക്ക അത് അധികം നാൾ ഓടില്ല, അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. യെസ്.